വിന്നസെൻസോ മാൻസിറ്റി, ജൊഹാൻ ഫിലിപ്രീസ്, അന്റോണിയോ മ്യൂച്ചി, എലീഷ ഗ്രേ, അലക്സാണ്ടർ ഗ്രഹാംബെൽ. ഇതിൽ അവസാനത്തെ പേരു മാത്രം എല്ലാവർക്കും അറിയാം. ടെലിഫോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അല്ലേ? അപ്പോൾ ലിസ്റ്റിലുള്ള മറ്റുള്ളവരോ? അവരും ടെലിഫോൺ കണ്ടുപിടിച്ചവരാണ്. ഗ്രഹാംബെല്ലിന്റെ പേരിലാണ് ടെലിഫോണിന്റെ പേറ്റന്റ്. ഗ്രഹാംബെല്ലിനേക്കാൾ മുമ്പ് ടെലിഫോൺ കണ്ടുപിടിച്ചത് താനാണ് എന്ന് അവകാശപ്പെട്ട ചിലരുടെ പേരുകളാണ് മുൻപ് പറഞ്ഞത്. ഇതിൽ ചിലരുടെ വാദങ്ങൾ എല്ലാവരും തള്ളിക്കളഞ്ഞതാണ്. ഇതിൽ 2 പേർ ഒഴികെ. അന്റോണിയോ മ്യൂച്ചി, എലീഷ ഗ്രേ എന്നിവരാണ് അവർ. എലീഷ ഗ്രേയുടെ തത്വങ്ങൾ മോഷ്ടിച്ചാണ് ഗ്രഹാംബെൽ പേറ്റന്റ് സമ്പാദിച്ചതെന്ന് ഒരുപാട് പേർ വാദിക്കുന്നു. അതുപോലെ തന്നെ 1876 ഗ്രഹാംബെല്ലിന് ടെലിഫോണിന്റെ പേറ്റന്റ് ലഭിക്കുന്നത്. എന്നാൽ 1856 മ്യൂച്ചി സംസാരിക്കുന്ന ടെലിഗ്രാഫ് എന്ന് പേരിട്ട ഒരു ഉപകരണം നിർമ്മിച്ചിരുന്നുവത്രേ. ഈ ഉപകരണത്തെയാണ് ആദ്യത്തെ ടെലിഫോൺ എന്ന് പലരും കണക്കാക്കുന്നത്. പേറ്റന്റിന് അപേക്ഷിക്കാനുള്ള പണമില്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് നേടാനായില്ല. വൈകാതെ ഗ്രഹാംബെൽ ടെലിഫോണിന്റെ പേറ്റന്റ് നേടുകയും ചെയ്തു. സത്യമെന്തായാലും ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ടെലിഫോൺ യാഥാർത്ഥ്യമാക്കാൻ ഗ്രഹാംബെല്ലിനെ പോലെ പരിശ്രമിച്ച ഒരുപാട് പേരുണ്ട്. അറിഞ്ഞ സത്യത്തേക്കാൾ കൂടുതലാണ് അറിയാതെ പോകുന്ന സത്യങ്ങൾ. സത്യത്തിന് നേരെ കണ്ണു തുറന്ന് സത്യത്തെ അറിഞ്ഞ് ജീവിക്കാൻ നമുക്കാകട്ടെ. ശുഭദിനം.